ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പഴംപൊരി അഥവാ ഏത്തയ്ക്കാപ്പം. ഇതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ 4 പഴമാണ് എടുത്തിരിക്കുന്നത്. അത് 4ആയിട്ട് മുറിച്ചിട്ടുണ്ട്. നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളിനകത്തിൽ 1 കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് ഉപ്പ്, പിന്നെ 2 സ്പൂണ് പഞ്ചസാര. ഉപ്പ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടി ഇടാം. ഞാൻ 1/2 സ്പൂൺ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3/4 സ്പൂണോളം ഇടാൻ കുഴപ്പമില്ല. പിന്നെ 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതോ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഏത്തയ്ക്കാപ്പം നന്നായിട്ട് ഒരു ക്രിസ്പി ഇതായിട്ട് കിട്ടും. ഞാനിതൊന്നും ചേർക്കുന്നില്ല, ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കലക്കിയെടുക്കുക. ഇതായപ്പോൾ ഞാൻ ഈ പരുവത്തിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിനകത്ത് 1/2 ഗ്ലാസ് വെള്ളം തികച്ചെടുത്തിട്ടില്ല. നിങ്ങൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിന് കലക്കിയെടുക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കോരി ഒഴിച്ച് കൊടുക്കാതിരിക്കുക. ഇനി ഇത് നന്നായിട്ടൊരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക, മിക്സാക്കി കൊടുക്കുക വിസ്ക് വെച്ച്. അപ്പം നമുക്ക് നമ്മുടെ ആ മാവ് നല്ല പരുവത്തിന് മിക്സായി കിട്ടും. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ പരുവത്തിന് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കറക്റ്റ് മിക്സ്. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായതിന് ശേഷം നമ്മളുടെ ഈ മാവിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക മുക്കി 2 സൈഡ് നല്ലവണ്ണം മുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഒരു പുറം റെഡി ആയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അടുത്ത പുറം റെഡി ആയി കഴിഞ്ഞാൽ നമ്മളിനി ഇത് കോരുകയാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.